Good morning, guys. ബാംഗ്ലൂർ എത്താനായിട്ട്. അപ്പം എങ്ങനെ നോക്കിയാലും രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 മണി, എത്ര ലേറ്റ് ആണെങ്കിലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തേണ്ടത്, എവിടെ ഹെബ്ബാൽ. ഞാൻ വിചാരിച്ചു ലഗേജ് എല്ലാം വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുമ്പോഴത്തേക്കിനും എന്തായാലും 2 മണിക്ക് എക്സാം. അപ്പം എൻ്റെ കോളേജ് തുംകൂറിലാണ്. തുംകൂർ പറഞ്ഞ് ഇനി ഭയങ്കര ട്രാഫിക് ഉണ്ടെങ്കിലും ഒരു 1.5 hour മാക്സ് അങ്ങനെ പറഞ്ഞിട്ടാണ് ബസ് കയറിയത്. ഈ ബസ് ഭൂലോകം ഉടായിപ്പോയി. ഇന്നലെ രാത്രി അയാൾ വന്നിട്ട് ഐ മീൻ ലൈക്ക് ഈ കണ്ടക്ടർ അല്ല, ഈ ഇടയ്ക്ക് ബസ്സിൻ്റെ ആൾക്കാരില്ലേ, അവർ വന്നിട്ട് ഞാൻ ആക്ച്വലി മേലിത്തെ ബെഡാണ് ബുക്ക് ചെയ്തത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണെന്ന് അറിയാമോ, അടുത്ത ആൾ കാണൂല. അപ്പോൾ സിംഗിൾ ബെഡ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം കാലിയാണ് മേലിൽ. അപ്പം ഞാൻ സ്ഥിരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇതാണ് ബുക്ക് ചെയ്തത്. ഇന്നലെ അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ കിടക്കുക. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഫുള്ള് ഭൂലോകം മൊത്തം ചുറ്റിപ്പോകും ഒന്ന്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകും. എന്ത് കഷ്ടമാണ്. ഞാൻ ഇന്ന് എത്തുക എന്തോ ഓൾമോസ്റ്റ് 8:30 ആയി. ഇനിയിപ്പോൾ ഒരു 9:30ക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അതിൻ്റെയൊക്കെ വീട്ടിൽ പോകാനൊക്കെ ഒരു 10:30 അറ്റ്ലീസ്റ്റ് എനി കോസ്റ്റ് ഒരു 11 ആകുമ്പോഴെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ കറക്റ്റ് ടൈമിന് എത്തത്തുള്ളൂ. കഷ്ടം. ഈ സബ്ജക്റ്റാണെങ്കിൽ ഭയങ്കര ടഫായിട്ടുണ്ട്. എൻവിറോൺമെൻ്റൽ ലോ ദൈവത്തിനറിയാം ഞാൻ എന്താ എഴുതാൻ പോകുന്നത്. സോ ഗൈസ് ഐ വിൽ സീ യു സൂൺ. ഓക്കെ. ഓൾമോസ്റ്റ് 11:54 ആയി. ലേറ്റായി, പക്ഷേ ഐ തിങ്ക് എക്സാമിന് ലേറ്റ് ആവില്ല. ഇനിയിപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റും അതെത്ര ലേറ്റാണോ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു പോവാം. ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് പറയാം.
ഇച്ചിരി മുന്നെയാണ്. ಜರ್ನಿಯಲ್ಲಿ ನಾನು ಏನು ಪಡ್ಕೊಂಡು ಹೋಗ್ತೀನೋ ಇಲ್ಲ ಏನು ತೊಗೊಂಡು ಹೋಗ್ತೀನೋ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಬಟ್ ಇಲ್ಲಾದಂಥ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಆಗಿರ್ಬೋದು, ಪಡ್ಕೊಂಡಂಥ ಮೆಮೊರೀಸ್ ಆಗಿರ್ಬೋದು, ನಾನು ಕೊನೆವರೆಗೂ ಇದ್ದೇ ಇರುತ್ತೆ. ജോവിന്റെ ശാപമാണോ? ജോവിന്റെ ശാപമാണോ? ആയിരിക്കാം. ഹലോ, ആക്ച്വലി ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഷൂ മേടിക്കാൻ പോയി. ബിക്കോസ് ഒരു സ്ലിപ്പറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്നും വെയിൽ തട്ടി എൻ്റെ കാലെല്ലാം ഫുള്ള് കറുത്ത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ലൈറ്റിൻ്റെ താഴെ ഇങ്ങനെ കാണുന്നതാണ്. ഈ ഷൂ മേടിച്ചു, ഫുള്ളി കവേർഡായിട്ട് കിടക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇന്നത്തെ ദിവസം ആകെ 1 ലിറ്റർ വെള്ളം കണ്ടേ കുടിച്ചിട്ടുള്ളൂ. നാളെ 2 എക്സാം ഉണ്ട്. സോ ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങട്ടെ. ഓക്കെ, സോ സീ യു സൂൺ. Bye.